സമ്പത്ത് കൂടുതലായത് കൊണ്ടല്ല യഥാർത്ഥ സമ്പന്നത എന്നത്. പിന്നെ യഥാർത്ഥ സമ്പന്നത മനസ്സിന്റെ സമ്പന്നതയാണ്. മനസ്സിന് സുഖവും ഐശ്വര്യവും ലഭിക്കുക എന്നതാണ്. ഈ ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയും ആസ്തി ഉണ്ടാകുക എന്നതല്ല യഥാർത്ഥ ഐശ്വര്യം, മറിച്ച് മനസ്സിന് സംതൃപ്തിയും ഐശ്വര്യവും സുഖവും ഉണ്ടാവലാണ്. നമുക്കറിയാം, എത്രയോ സമ്പന്നരായ ആളുകൾ അവർക്കും അവരുടെ 4 തലമുറക്കുള്ളതും അവരുടെ കയ്യിലുണ്ടാവും. എന്നാലും അവർ ഇനിയും ഏത് വിധേനയും, അത് ഹറാമാവട്ടെ ഹലാലാവട്ടെ അതൊന്നും നോക്കാതെ ഏതു വിധേനയും സമ്പാദിക്കണമെന്ന ആർത്തി കാണിക്കുകയും ഒരു ഫക്കീറിനെ പോലെ പെരുമാറുന്നതും കാണാം. ഇബാദത്തുകൾക്കോ സൽക്കർമ്മങ്ങൾക്കോ അവർക്ക് സമയം കിട്ടുകയില്ല. നന്നായൊന്ന് നിസ്കരിക്കാൻ അവർക്ക് സമയമില്ല. ഭാര്യമാരും മക്കളുമായി ഒന്ന് കൂടിയിരിക്കാനോ ഉല്ലസിക്കാനോ, അവർക്ക് നല്ല ഡ്രസ്സുകളും വീടും വാഹനവും വാങ്ങിക്കൊടുക്കാനോ ഒന്നും അവന് സമയമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം, വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ അവന് സമയമില്ല. അത്തരത്തിലുള്ള ഐശ്വര്യമല്ല യഥാർത്ഥ ഐശ്വര്യം, മറിച്ച് മനസ്സിന് കിട്ടിയത് മതി എന്ന ഐശ്വര്യമുണ്ടാകലാണ് യഥാർത്ഥ ഐശ്വര്യം. മനുഷ്യന്റെ ധാരണകളെ തന്നെ തിരുത്തി മനുഷ്യനെ സുഖസമ്പന്നനാക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം, അല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ സ്വഭാവത്തെ മുന്നോട്ട് വെക്കുന്നതിലൂടെ ചെയ്തത്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകട്ടെ. ഇനിയും വേറെ ഒരു ഹദീസിൽ കാണാം, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. എപ്പോഴും നിങ്ങളെക്കാൾ താഴെ ഉള്ളവരെ നോക്കുക, സമ്പത്തിലും മറ്റുമൊക്കെ നിങ്ങളെക്കാളും താഴെ ഉള്ളവരെ നോക്കുക, നിങ്ങളെക്കാളും മേലെ ഉള്ളവരെ നോക്കരുത്. വലിയ വലിയ സമ്പന്നരുണ്ട്, അവരൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നോക്കരുത്. പിന്നെ സമ്പത്തിലും സൗകര്യങ്ങളിലും നിങ്ങളെക്കാളും മേലെ ഉള്ളവരിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് താഴെ ഉള്ളവരിലേക്കാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ, നല്ലൊരു വസ്ത്രം വാങ്ങാൻ, ഒരു വീട് വെക്കാൻ, മരുന്ന് വാങ്ങാൻ വകയില്ലാത്തവരിലേക്കാണ് നാം നോക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക? അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ പുച്ഛത്തോടെയും അവജ്ഞയോടെയും കാണാതിരിക്കാൻ അത് കാരണമാകും. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അപകടമാണത്. അള്ളാഹുവിനെ പഴിചാരുക, അള്ളാഹുവിനെ കിട്ടിയ നിയമത്തുകളൊന്നും പോരാ എന്നൊരു ചിന്ത, അത് വലിയ അപകടം ചെയ്യും.